ഹായ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് എനിക്ക് പറയാനുള്ളത് ഞങ്ങളുടെ സൗത്ത് ആഫ്രിക്ക സന്ദർശനത്തെക്കുറിച്ചാണ്. ഞങ്ങളുടെ 2 ദിവസത്തെ ജോഹന്നസ്ബർഗ് പിലാനസ്ബർഗ് നാഷണൽ പാർക്ക് സന്ദർശനത്തിന് ശേഷം ഇന്ന് ഞങ്ങൾ തലസ്ഥാനമായ കേപ്പ് ടൗണിലേക്കുള്ള യാത്രയിലാണ്. ഇപ്പോൾ ഞങ്ങൾ ഉള്ളത് ലാൻസേറിയ ഇൻ്റർനാഷണൽ എയർപോർട്ട്, ജോഹന്നസ്ബർഗിൽ തന്നെയുള്ള ഒരു എയർപോർട്ടാണ്, ചെറിയ വിമാനങ്ങൾക്കുള്ള എയർപോർട്ട്. ഇവിടുന്ന് 2 മണിക്കൂറോളം യാത്ര ചെയ്യേണ്ടതുണ്ട് കേപ്പ് ടൗണിലോട്ട് എത്താൻ. ചെറിയൊരു എയർപോർട്ടാണിത്. ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് വലിയ വിമാനങ്ങൾക്കുള്ള എയർപോർട്ടും സ്ഥിതി ചെയ്യുന്നത്. അവിടെ വലിയ വിമാനങ്ങളായ A380 പോലുള്ള വിമാനങ്ങൾ അവിടെ ഇറങ്ങുന്നു. ഞങ്ങളുടെ താമസ സ്ഥലമായ കേപ്പ് ടൗണിലെ റാഡിസൺ ഹോട്ടലിലോട്ട് എത്തി. കേപ്പ് ടൗണിൽ തന്നെ വളരെ പ്രധാന സ്ഥലമായ വാട്ടർ ഫ്രണ്ട് ഏരിയയിലാണ് ഞങ്ങളുടെ ഹോട്ടൽ സ്ഥിതി ചെയ്യുന്നത്. റോഡുകളൊക്കെ വളരെ മനോഹരമായിട്ടാണ് അവർ ചെയ്തിരിക്കുന്നത്, വൃത്തിയായി സൂക്ഷിക്കുകയും ചെയ്യുന്നു. സിറ്റിയിൽ കുറച്ച് തിരക്കുണ്ട്, അത് പറയാതിരിക്കാൻ വയ്യ. ഒന്ന് ഫ്രഷായ ശേഷം ഞങ്ങൾ ജസ്റ്റ് ഒന്ന് നടക്കാനിറങ്ങി. തൊട്ട് മുന്നിലാണ് കേപ്പ് ടൗൺ ഇൻ്റർനാഷണൽ THL സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്നത്. ഞങ്ങൾ വെറുതെ ഒന്ന് കാണാനിറങ്ങിയതാണ്. ഇപ്പോൾ പ്രത്യേകിച്ച് കളികളൊന്നും ഇല്ല അവിടെ, അതുകൊണ്ട് തന്നെ എല്ലാം അടച്ചിരിക്കുകയാണ്. ആ വരുന്ന ബസ് കണ്ടോ, അത്ര നീളത്തിലുള്ള ബസ്, അതിൻ്റെ സ്റ്റോപ്പാണ് അപ്പുറത്ത് കാണുന്നത്. ശരിക്കും നമ്മുടെ റെയിൽവേ സ്റ്റേഷനിലൊക്കെ കാണുന്ന പോലെ പ്ലാറ്റ്ഫോം ഉണ്ടാക്കി കുറച്ച് ഹൈറ്റിൽ വെച്ച് അവിടെ നിന്ന് മാത്രമേ ആ ബസ്സിലോട്ട് കയറാനും പറ്റത്തുള്ളൂ. കേപ്പ് ടൗണിൽ ഞാൻ കണ്ടത് വളരെ തിരക്കും അതുപോലെ ട്രാഫിക്കും, ഹ്യൂജ് ട്രാഫിക്കാണ് കാണാൻ പറ്റുന്നത്. ഇത് ഞാൻ താമസിക്കുന്ന ഹോട്ടലിൻ്റെ അടുത്തുള്ളൊരു വാട്ടർ ഫ്രണ്ടാണ്. നടക്കാൻ കുറച്ചിറങ്ങിയപ്പോൾ കണ്ട ചില കാഴ്ചകൾ. അവിടെ ഒരു മോളുണ്ട്. നല്ല കാറ്റായിരുന്നു, നല്ല ക്ലൈമറ്റും. ഞങ്ങൾ താമസിച്ച ഹോട്ടലാണിത്, റാഡിസൺ കളക്ഷൻസ്. ഇവിടെ കേപ്പ് ടൗണിൽ വാട്ടർ ഫ്രണ്ടിനോട് ചേർന്നാണ് ഈ ഹോട്ടൽ സ്ഥിതി ചെയ്യുന്നത്. ഹോട്ടലിലെ സൗകര്യങ്ങൾ പറയാതിരിക്കാൻ പറ്റത്തില്ല, അത്രയും മികവോടെയാണ് അവർ ചെയ്തിരിക്കുന്നത്. ഞങ്ങളുടെ റൂമിലുള്ള ബാൽക്കണിയിൽ നിന്ന് ഇരിക്കുകയാണെങ്കിൽ ഒരു സൈഡ് കടലാണ്. ഞങ്ങൾ പിറ്റേ ദിവസം രാവിലെ തന്നെ ടേബിൾ മൗണ്ടനിലേക്കുള്ള യാത്രയിലാണ്. ടേബിൾ മൗണ്ടൻ എന്ന് പറയുമ്പോൾ സമുദ്രനിരപ്പിൽ നിന്ന് 1085 മീറ്റർ ഹൈറ്റിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഞങ്ങൾ ഇന്നലെ വൈകുന്നേരം പോകാനിരുന്നതാണ്, പക്ഷേ അവിടെ എന്തോ തീ പിടിച്ചിരിക്കുകയാണെന്ന് എന്തോ പറഞ്ഞതുകൊണ്ട് അവിടെ ബ്ലോക്ക് ചെയ്തിരിക്കുകയായിരുന്നു. ഞങ്ങൾ ബസ്സിലാണ് പോകുന്നത്. ബസ്സിൽ ഞങ്ങളൊരു 10 പേരുണ്ടായിരുന്നു. ഈ 10 പേർക്ക് വേണ്ടി ഒരു ബസ് കമ്പനി അറേഞ്ച് ചെയ്ത് തന്നായിരുന്നു.
യാത്രയിലുടനീളം രണ്ട് ഭാഗത്തും നല്ല നല്ല കാഴ്ചകളാണ്. നമുക്ക് ഏതാ നോക്കേണ്ടത് ഏതാ നോക്കാതിരിക്കണമെന്നും മനസ്സിലാവാത്ത അവസ്ഥ. പിന്നെ നമ്മൾക്കൊരു അഭിമാനിക്കാവുന്ന ഒരു സംഭവം എന്ന് വെച്ചാൽ, ഈ നിരത്തുകളിൽ പലയിടത്തും മഹീന്ദ്രയുടെ വാഹനങ്ങൾ കാണാം. ഒരു ഇന്ത്യൻ എന്ന നിലയിൽ നമ്മൾക്ക് അതിലൊരു അഭിമാനിക്കാം. പിന്നെ കുറച്ച് റേഞ്ച് റോവർ വാഹനങ്ങളും എല്ലാതരം വാഹനങ്ങളും ഉണ്ട് കേട്ടോ ഇവിടെ. എല്ലാ ലക്ഷറി വാഹനങ്ങളും ഇവിടെ കാണാം. ഇല്ലാത്തതായിട്ടൊന്നുള്ളത് ഓട്ടോറിക്ഷ, അതില്ല ഇവിടെ. അതുകൊണ്ട് തന്നെ റോഡിൽ നല്ല സമാധാനമുണ്ട്. എല്ലായിടത്തും വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് അവർ വെച്ചിരിക്കുന്നത്. ടേബിൾ മൗണ്ടൈൻ്റെ ടോപ്പിലെത്താൻ വേണ്ടി നമ്മൾ പകുതി വരെയാണ് ബസ് പോകുന്നത്. അവിടുന്ന് കേബിൾ കാർ സൗകര്യമുണ്ട്. കേബിൾ കാറിലോട്ട് പോകാൻ വേണ്ടി നമ്മൾ ഫാസ്റ്റ് ട്രാക്കാണ് ബുക്ക് ചെയ്തിരിക്കുന്നത്. അല്ലാതെ സമയത്ത് ഒരുപാട് തിരക്ക് ഉണ്ടാവും നോർമൽ ലൈനിൽ. അത് കുറച്ച് എക്സ്പെൻസീവാണ്, പക്ഷേ കമ്പനി അതൊക്കെ ചെയ്തിരിക്കുന്നു. ഭയങ്കര ഹൈറ്റിലാണ്, നമ്മൾ കാണുമ്പോൾ തന്നെ പേടിയാവും. ആ വഴിയാണ് നമ്മൾ കേബിൾ കാറിലൂടെ പോകുന്നത്. പക്ഷേ ഇവിടെയുള്ള കുറേ ചെറുപ്പക്കാർ ഇത് നടന്നു കയറുന്നതായി കാണാം നമുക്ക്. പക്ഷെ അതത്ര എളുപ്പമുള്ള കാര്യമല്ല. ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്ത് വെയിറ്റ് ചെയ്യാണ്. നമ്മളെ വണ്ടിയാണ് വരുന്നത്. അതിൽ ഒരുപാട് ആൾക്കാർ പിടിക്കും. എനിക്ക് തോന്നുന്നു 10, 15, 20 ആൾക്കാരോളം പിടിക്കും തോന്നുന്നുണ്ട് അതിൽ. നല്ല ലാൻഡ് ചെയ്ത് അതിൽ ഒരു കയറി നിന്ന് കഴിഞ്ഞാൽ നമ്മൾ ഓരോ ഭാഗത്തേക്കും തിരിഞ്ഞ് നിൽക്കേണ്ട കാര്യമില്ല. നമ്മളത് മുകളിലേക്ക് എത്തുന്ന മുമ്പ് അത് 360 ഡിഗ്രിയിൽ അത് തിരിഞ്ഞുകൊണ്ടിരിക്കും. നമ്മൾ ഒരു പോയിന്റിൽ നിന്ന് കഴിഞ്ഞാൽ നമ്മളെ മുകളിൽ എത്തുമ്പോഴേക്കും നമ്മൾക്ക് എല്ലാ ഭാഗവും കാണാൻ പറ്റും. ഞങ്ങൾ ഫാസ്റ്റ് ട്രാക്കിൽ ടിക്കറ്റ് എടുത്തുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് കയറാൻ പറ്റി. സമയം കളയേണ്ടി വന്നില്ല. ഇപ്പോൾ കേബിൾ കാറുമെല്ലാം നീങ്ങി തുടങ്ങി. ഞാൻ ഈ കാഴ്ചകൾ വർണ്ണിക്കുമ്പോൾ അത് എത്രത്തോളം നിങ്ങളിലെത്തുമെന്ന് എനിക്കറിയില്ല. പറ്റുന്നവർ, എല്ലാവർക്കും പറ്റണമെന്നില്ല, പറ്റുന്നവർ അല്ല ഇത് ഇങ്ങനെ ടൂറൊക്കെ പോകുന്നവരുണ്ടെങ്കിൽ തീർച്ചയായും സൗത്ത് ആഫ്രിക്ക മനസ്സിലുണ്ടാവേണ്ട പ്ലേസാണ്. അത്രമാത്രം കാണാനുള്ള സ്ഥലമാണ്. നല്ല ക്ലൈമറ്റാണ്, നല്ല റോഡ്, എല്ലാം നല്ല വൃത്തിയിൽ സൂക്ഷിച്ചിരിക്കുന്ന ഒരു സ്ഥലമാണ്. നമ്മൾ കേബിൾ കാർ പോകുന്ന വഴി കണ്ടാൽ അറിയാം അതിൻ്റെ എത്രത്തോളം ഹൈറ്റിലോട്ടാണ് പോകുന്നത്. ഒരു വർഷത്തിൽ 1 മില്യൺ ആൾക്കാരോളം ഈ കേബിൾ കാർ ഉപയോഗിക്കുന്നുണ്ട് എന്നാണ് കണക്ക്. ടേബിൾ മൗണ്ടൻ സ്ഥിതി ചെയ്യുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 1086 മീറ്റർ ഉയരത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് സമുദ്രനിരപ്പിൽ നിന്ന്. ഇവിടുത്തെ പാറകളൊക്കെ ഒരുമാതിരി നമ്മൾ ആരോ കൊത്തി ഉണ്ടാക്കിയ മാതിരിയാണ്. എല്ലാം പീസ് ആയ പോലെയാണ് കാണുന്നത്. എല്ലാ സ്ഥലത്തും ഇങ്ങനെ തന്നെയാണ് പാറകൾ കാണുന്നത്. കുറവാണ്, ഉള്ളതൊക്കെ ഇങ്ങനെയാണ്. ഒരുമാതിരി കല്ല് അടക്കി പറക്കി വെച്ച മാതിരി ഇരിക്കുന്നു. നമ്മൾ അതിൻ്റെ ഇടയിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആൾക്കാർ നടന്നു കയറാനുള്ള ശ്രമത്തിലുള്ളതാണ് അവരൊക്കെ. എനിക്ക് തോന്നുന്നത് വീട്ടിൽ പറഞ്ഞിട്ടൊക്കെ ആയിരിക്കും അവരിറങ്ങുന്നത്. അല്ലാതെ അത്ര എളുപ്പമല്ല ഇതിലൂടെ കയറി തിരിച്ച് വീട്ടിലെത്തുന്നത്. ഇത് എൻ്റെ കൊളീഗ്, അമേരിക്കക്കാരനാണ്.
ഞങ്ങൾ അവിടെ ലാൻഡ് ചെയ്തു. എല്ലാവരും പുറത്തേക്ക് ഇറങ്ങാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ? എനിക്ക് തോന്നുന്നു 20 ആൾക്കാരിലും മുകളിൽ ഇതിൽ കൊള്ളും. ഇരിക്കാനൊന്നും സൗകര്യമില്ല. എല്ലാവരും നിന്നിട്ടാണ് യാത്ര ചെയ്യുന്നത്. 5 മിനിറ്റ് തന്നെ വേണ്ട. താഴെ കാണുന്നതൊക്കെ കേപ്പ് ടൗൺ സിറ്റിയാണത്. അത് ഞാൻ കുറച്ചും കൂടി വിശദമായി പിന്നീട് പറയാം. ഞാൻ വീഡിയോയിൽ വരുന്നുണ്ട്. ഇതാണ് ഏറ്റവും ടോപ്പിലുള്ള കാഴ്ചകൾ. ഇതാണ് കേപ്പ് മൗണ്ടൻ്റെ രൂപം. ഈ മൗണ്ടൻ ഒരുപാട് അവിടുത്തെ കാലാവസ്ഥയായി ബന്ധമുണ്ടെന്നാണ് അവർ പറയുന്നത്. അതായത് കാറ്റ് അവിടെ അടിക്കുമ്പോൾ 2 കടലാണുള്ളത്. ഒരു ഭാഗത്ത് ഇന്ത്യൻ ഓഷ്യനും മറ്റേ ഭാഗത്ത് അറ്റ്ലാന്റിക് ഓഷ്യനാണ്. അപ്പോൾ ഇതിൽ നിന്ന് കാറ്റടിച്ചിട്ട് നേരെ ആ ഒരു മലയിൽ തട്ടി നേരെ ടൗണിലോട്ടാണ് അത് പോകുന്നത്. ആ സമയത്ത് വളരെ ബുദ്ധിമുട്ട് എന്നാണ് പറയുന്നത്. പൊടിക്കാറ്റും ഭയങ്കര കാറ്റുമായിരിക്കും എപ്പോഴും. അത് ഞങ്ങളെ ഗൈഡാണ് സംസാരിക്കുന്നത്. എന്തൊക്കെയോ പറഞ്ഞു തരുന്നു. നിഷ കാര്യമായി നോക്കുകയാണ് സിറ്റിയിലോട്ട്. പറയാതിരിക്കാൻ പറ്റില്ല, നല്ല സിറ്റിയാണ്, നല്ല വൃത്തിയുള്ള സിറ്റിയാണ്. പക്ഷേ എങ്കിൽ ഒരേ ഒരു പ്രശ്നം, ട്രാഫിക് കൺട്രോൾ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഹെവി ട്രാഫിക് തന്നെയാണ്. മേഘങ്ങളുടെ മുകളിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. പല സ്ഥലത്തും കാണുന്നുണ്ട്. ആ കാണുന്നത് ആണ് കേബിൾ കാറിൻ്റെ ഫൗണ്ടേഷനും കാര്യങ്ങളൊക്കെയാണെന്ന് തോന്നുന്നു. ഫുള്ള് വലിയ കമ്പി, എന്താ പറയുക, മെറ്റലിൻ്റെ കയറാണത്, കേബിൾ. ഇതൊക്കെ കാണുമ്പോൾ ഒരു സമാധാനം, പൊട്ടത്തില്ല എന്ന് തോന്നുന്നു. അത്രയും ഭംഗിയായിട്ടാണ്, അത്രയും ഉറപ്പോടുകൂടിയാണ് അത് ചെയ്തിരിക്കുന്നത്. ഒരുപാട് ഇരിക്കാനുള്ള സ്ഥലങ്ങളും വിശ്രമിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് അവിടെ. പക്ഷെ ഞങ്ങൾ പോകുമ്പോൾ കുറച്ച് വെയിലായിരുന്നു, അത്യാവശ്യം ചൂടുണ്ടായിരുന്നു. ഇവിടെ ഞങ്ങൾ കുറച്ച് ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്തു. ഇപ്പോൾ എവിടെ പോയാലും ആൾക്കാർ നേരിൽ കണ്ട് ഭംഗി ആസ്വദിക്കാറില്ല. എല്ലാവരും മൊബൈലിലൂടെയും ക്യാമറയിലൂടെയാണ് നോക്കുന്നത്, ഞാനടക്കം. എല്ലാവർക്കും കാണുന്നതിനേക്കാളും റെക്കോർഡ് ചെയ്യാൻ ഇഷ്ടം. ഒക്കെ ഇപ്പോൾ സിറ്റി പെട്ടെന്ന് മറഞ്ഞുപോയി. അവിടെ മേഘം വന്നതുണ്ടോ? താഴെ സിറ്റി ഇപ്പോൾ കാണാനേ ഇല്ല. ഇതാണ് ഇവിടുത്തെ ഒരു അത്ഭുതം. പെട്ടെന്ന് മേഘം വന്ന് നിറഞ്ഞു. ഇത് ഇവിടെ സ്റ്റെപ്പിൽ നോക്കി ഓരോ രാജ്യങ്ങളിലേക്ക് ഇവിടുന്നുള്ള കിലോമീറ്ററുകളാണ് എഴുതി വച്ചിരിക്കുന്നത്. ഓരോരോ ആൾക്കാരുടെ ക്രിയേറ്റിവിറ്റി. പക്ഷേ സങ്കടം എന്ന് പറഞ്ഞാൽ ഞാൻ എവിടെയും ഇന്ത്യയെ കണ്ടില്ല. എൻ്റെ അടുത്ത് പെന്നും പേപ്പറും അല്ലെങ്കിൽ പെയിന്റ് ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ ഞാൻ എഴുതി വെച്ചെന്നെ. എൻ്റെ മനസ്സിൽ സൗത്ത് ആഫ്രിക്ക എന്ന് പറയുമ്പോൾ ഒരുമാതിരി വൃത്തിയൊന്നുമില്ലാതെ റോഡൊക്കെ പൊളിഞ്ഞ അങ്ങനെയൊക്കെ ആയിരുന്നു ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. എല്ലാ ധാരണകളും തെറ്റാണെന്ന് എൻ്റെ ഈ സന്ദർശനത്തിലൂടെ എനിക്ക് മനസ്സിലായി. വളരെ നല്ല റോഡുകളും വളരെ നല്ല ആൾക്കാരും, എല്ലാവരും അവിടുത്തെ ലോക്കൽ ആൾക്കാർ പോലും സംസാരിക്കുന്നത് ഇംഗ്ലീഷിലാണ്. അതുകൊണ്ട് കമ്മ്യൂണിക്കേഷൻ നമുക്ക് ഒരു ബുദ്ധിമുട്ടേ ഇല്ല. എല്ലാവർക്കും ഇംഗ്ലീഷ് അറിയാം.
ഒക്കെ ഓരോ മലകളുടെ രൂപങ്ങളുണ്ടാക്കി എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുകയാണ് ഗൈഡുകൾ. ഇതൊക്കെ എന്താണെന്ന് നിങ്ങൾ തന്നെ ഒന്ന് പോസ് ചെയ്ത് വായിച്ച് മനസ്സിലാക്കിയാൽ നല്ലതായിരിക്കും. എനിക്കും അറിയത്തില്ല. കേപ്പ് ടൗൺ സിറ്റി. സിറ്റിക്ക് പുറത്തൊക്കെ ഒരുപാട് സ്ഥലങ്ങൾ വെറുതെ ഉണ്ട് ഇവിടെ. നമ്മൾക്കൊക്കെ ചെറിയ വിലക്ക് സ്ഥലം കിട്ടുന്നതാണ് ഗൈഡ് പറഞ്ഞു തന്നത്. വീട് വെക്കുകയാണെങ്കിലും ഒക്കെ വലിയൊരു ചിലവില്ല എന്നാണ് പറഞ്ഞത്. സിറ്റിയിലാണെങ്കിൽ നല്ല ചിലവുണ്ട്. കേപ്പ് ടൗൺ സിറ്റിയിൽ പ്രത്യേകിച്ച് എല്ലാ കോടീശ്വരന്മാരെയും നോട്ടമുള്ള സ്ഥലമാണ്. എല്ലാവർക്കും വീടുണ്ടെന്നാണ് പറഞ്ഞത്. ഇവിടെ ഒരു സ്ഥലത്ത് മൈക്കിൾ ജാക്സൺ അടക്കം വീടുണ്ടെന്ന് ഗൈഡ് പറഞ്ഞു തന്നിരുന്നു. എന്തായിട്ടും ഞാൻ സൗത്ത് ആഫ്രിക്കയിൽ വീട് വാങ്ങിക്കാനോ സ്ഥലം വാങ്ങിക്കാനോ ഉദ്ദേശിക്കുന്നില്ല. നിങ്ങൾക്കാർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അവിടെ വാങ്ങിച്ചിടാവുന്നതാണ്. ഞങ്ങൾക്ക് തിരിച്ചു പോകാനുള്ള സമയമായി. കേബിൾ കാർ വന്നുകൊണ്ടിരിക്കുകയാണ്. തിരിച്ച് നമ്മൾ ഫാസ്റ്റ് ട്രാക്ക് ത്രൂ തന്നെയാണ് ടിക്കറ്റ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ക്യൂ ഒന്നും ഇല്ലാതെ പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ നടക്കും. ഇവരൊക്കെ നമ്മുടെ ടീമിലുള്ള ആൾക്കാരാണ്, മീൻസ് എൻ്റെ കമ്പനിയിലുള്ള ആൾക്കാരാണ്. നമ്മുടെ നാട്ടിൽ എത്രയോ മലകളും കുന്നുകളും ഒക്കെ ഉണ്ട്. പക്ഷെ ഇതുപോലെ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മൾക്കും ഒരുപാട് ടൂറിസ്റ്റുകളെ വരുത്താൻ പറ്റും. ഇവിടെയൊക്കെ എത്രമാത്രം ഈ ഒരു 1-2 പോയിന്റുകൾ കണ്ടുകൊണ്ട് മാത്രമാണ് ടൂറിസ്റ്റുകൾ വരുന്നത്. ഇതിലും ഭംഗിയുള്ള സ്ഥലം നമ്മുടെ നാട്ടിലുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ കാര്യം എടുത്താൽ തന്നെ ഞാനിപ്പോഴും ഇന്ത്യയിലോ അല്ലെങ്കിൽ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും ഞാൻ പോയിട്ടില്ല. ആഗ്രഹമുണ്ട്, സമയം കിട്ടാത്തതുകൊണ്ടാണ്. നമ്മൾ കേബിൾ കാർ കയറി തിരിച്ചു ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. വളരെ പതുക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്, കാഴ്ചകൾ കണ്ടുകൊണ്ട്. നമുക്ക് ആ കേബിൾ കാറിൽ നിൽക്കുമ്പോൾ നമുക്കൊരു പേടിയൊന്നും തോന്നുന്നില്ല. അത് ഇത്രയും ഹൈറ്റിലാണെന്നോ ഒന്നും നമ്മൾക്ക് അങ്ങനെ ഒരു ഫീൽ ആവുന്നില്ല. അവിടെയൊക്കെ ആൾക്കാരുണ്ട്, അതാണ് ഞാൻ കാണിക്കാൻ ശ്രമിക്കുന്നത്. പക്ഷേ എനിക്കറിയത്തില്ല നിങ്ങൾ വീഡിയോ, അതിൻ്റെ മുകളിലൊക്കെ ആൾക്കാർ നടന്നു പോവുകയാണ്. കേബിൾ കാർ പോകുന്നത് നല്ല എക്സ്പെൻസീവ് ആണെന്നാണ് ഞാൻ അറിയാൻ പറ്റിയത്, പ്രത്യേകിച്ച് ഫാസ്റ്റ് ട്രാക്ക്. എൻ്റെ കമ്പനിക്ക് നന്ദി. ഇതൊന്നും ചിലവുകളൊന്നും എനിക്കറിയേണ്ടി വന്നില്ല. എല്ലാം അവർ നോക്കി. അവിടെ നിന്ന് പോകും വഴി ഉള്ള ഓരോ കാഴ്ചകളാണ്. ഞങ്ങൾ തിരിച്ച് കടലിൻ്റെ കളറൊക്കെ നോക്കി ഒരു വല്ലാത്തൊരു ഭംഗിയാണത്.
വലിയ തിരക്കുകളൊന്നുമില്ല, എന്നാലും അത്യാവശ്യം നല്ല ആൾക്കാരുണ്ട്. പിന്നെ ഞങ്ങൾ പോയത് വർക്കിംഗ് ഡേയിലായതുകൊണ്ടായിരിക്കാം ലോക്കൽസ് ഒന്നും അധികം കാണാനില്ല. ബാക്കി കാര്യങ്ങളൊക്കെ ഏകദേശം നമ്മുടെ നാട്ടിലുള്ളത് പോലെയാണ്. നമ്മുടെ നാട്ടിലാണെങ്കിൽ കുറച്ച് കച്ചറ ഒക്കെ റോഡിലൊക്കെ കാണാം, ഇവിടെ അത് കാണാനില്ല. അതാണ് മെയിൻ ഒരു ഡിഫറൻസ് ഉള്ളത്. നമ്മൾ ഓരോരോ ആൾക്കാരും വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മൾക്കും അത് മാറ്റാൻ പറ്റും. കുറച്ച് ഗവൺമെൻറ്റിൻ്റെ ഇടപെടലുകളും കൂടി ഉണ്ടായാൽ ഒന്നും കൂടി നല്ലത്. അതിൻ്റെ ഇടയിൽ ഇവിടെ ഓരോ കലാകാരന്മാർ സ്വന്തമായി വരച്ച അയാളെ തന്നെ പ്രദർശിപ്പിച്ചിരിക്കുകയാണ്. നമ്മൾക്ക് ഇഷ്ടമുള്ള ചിത്രം വാങ്ങിക്കാം. നമ്മുടെ കൂട്ടത്തിലുള്ള പലരും വാങ്ങിച്ചു. കൊത്തുപണികളും എല്ലാം ആയിട്ടാണുള്ളത്. ഞങ്ങളും വാങ്ങിച്ചു 1-2 ഐറ്റംസ്. തിരിച്ച് ബസ്സിൽ കയറി വീണ്ടും യാത്രയിലാണ്. ഇതിലെനിക്ക് ഒരു വീഡിയോ പോലും ഒഴിവാക്കാൻ തോന്നുന്നില്ല. ഒഴിവാക്കിയാൽ അത്രയും ഓരോ സ്ഥലങ്ങളും അത്രയും ഭംഗിയുള്ളതാണ്. ഇവിടുത്തെ ഡ്രൈവർമാരുടെ ക്വാളിറ്റിയും എടുത്തു പറയാതിരിക്കാൻ പറ്റില്ല. എല്ലാ ഡ്രൈവർമാരും, ഞാൻ വിചാരിച്ചു എൻ്റെ ബസ്സിലുള്ള ഡ്രൈവറാണെന്ന് വിചാരിച്ചു, പക്ഷെ എല്ലാ ആൾക്കാരും വളരെ ശ്രദ്ധയോടാണ് വാഹനങ്ങൾ ഓടിക്കുന്നത്. അതായത് നമ്മളിപ്പോൾ ഒരു ഹൈവേയിലൊക്കെ പോകുമ്പോൾ സിഗ്നൽ ഇല്ലെങ്കിൽ കൂടി ആൾക്കാർ വണ്ടി അവിടെ നിർത്തുകയാണ്. അതായത് 100-120 പോകുന്ന വാഹനം ജംഗ്ഷനിലെത്തുമ്പോൾ അവർ നിർത്തിയിട്ട് 4 ഭാഗത്തു നിന്ന് വാഹനങ്ങളില്ല എന്ന് ഉറപ്പ് വരുത്തിയ ശേഷമാണ് അവർ കടന്നു പോകുന്നത്. അത് ഞാൻ ശ്രദ്ധിച്ചത് വെച്ചാൽ നമ്മളെ വാഹനം മാത്രമല്ല, എല്ലാ ഭാഗത്തുള്ള വാഹനങ്ങൾ, ഇപ്പോൾ വലിയ ട്രക്കുകളായാലും ചെറിയ കാറുകളായാലും വളരെ സൂക്ഷിച്ചാണ് ഓവർടേക്ക് ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ. എനിക്ക് പല സമയത്തും ക്ഷമ നശിച്ചു പോവാണ്. ഇവരെന്താ ഈ ഓവർടേക്ക് ചെയ്യാത്തത്? 1 കിലോമീറ്റർ ദൂരത്ത് ഒരു വണ്ടിയെ കണ്ടാൽ പോലും അതെങ്ങനെ മല്ല പോകും. പിന്നെ നമ്മുടെ ഇന്ത്യയിലുള്ള പോലെയാണ് ഡ്രൈവിങ്, റൈറ്റ് ഹാൻഡ് ഡ്രൈവിംഗ് ആണ്. ഇടതുവശത്തോടെയാണ് വാഹനങ്ങൾ കടന്നു പോകുന്നത്. എനിക്ക് വീഡിയോ എടുക്കാനുള്ള ഒരു അത്രയും പ്രൊഫഷണൽ അല്ലാത്തത് കൊണ്ടായിരിക്കാം നിങ്ങൾക്ക് ഒരു പക്ഷേ അത്രയും ആസ്വദിക്കാൻ പറ്റുന്നുണ്ടാവില്ല വീഡിയോ. ശരിക്കും കാണേണ്ട കാഴ്ചകളാണ് 2 ഭാഗത്തും. ബസ്സിൻ്റെ കപ്പാസിറ്റി ഒക്കെ ഉണ്ട്, വലിയ ബസ്സാണ്. പക്ഷേ 25 ആൾക്കാരെ ഇരുത്താൻ പറ്റുള്ളൂ, 500 കിലോയെ വെക്കാൻ പാടുള്ളൂ. അതിൻ്റെ അകത്ത് തന്നെ ടോയ്ലറ്റ് സൗകര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇനി അങ്ങോട്ട് റോഡിൻ്റെ ഇവിടെ ഉണ്ടാക്കിയ എഞ്ചിനീയറുടെ ഒരു മാജിക്കാണ് കാണിച്ചു വെച്ചിരിക്കുന്നത്. പിന്നെ ഒന്ന് എടുത്തു പറയേണ്ട കാര്യം, ഒരുപാട് സൈക്കിൾ യാത്രക്കാർ, അതായത് സൈക്കിൾ മെയിനായിട്ട് ഈ കുന്ന് കയറ്റുക എന്നുള്ളത് ഡെയിലി കയറുന്നുണ്ടവർ, സൈക്കിൾ എടുത്ത് മുകളിൽ കയറുന്നവർ ഉണ്ട് എന്നാണ് ഗൈഡ് പറഞ്ഞു തന്നത്. എക്സസൈസ്, അവർ ആരോഗ്യം വിട്ടിട്ടുള്ള കളികളില്ല. ഇവിടെ കൂടുതലും ഈ പറഞ്ഞ പോലെ പുറത്തുനിന്ന് വന്ന് സെറ്റിലായവർ ഒരുപാടുണ്ട്. അതായത് വൈറ്റ്സ്, യൂറോപ്യൻസ് ഒരുപാട് ആൾക്കാർ ഇവിടെ ഉണ്ട്. പിന്നെ അതുകൂടാതെ ലോക്കൽസ് തന്നെ കറുപ്പ് നിറമുള്ളവരും വെളുപ്പ് നിറമുള്ളവരും 2 ആൾക്കാരുണ്ട്. നമ്മൾ ഉദ്ദേശിച്ച പോലെ കറുപ്പ് നിറം ഉള്ളവർ മാത്രമല്ല സൗത്ത് ആഫ്രിക്കക്കാർ, 2 തരം ആൾക്കാരും ഉണ്ട് ഇവിടെ. പക്ഷെ കറുപ്പന്മാർക്കാണ് കുറച്ചും കൂടി മുൻഗണന എന്ന് തോന്നുന്നു എനിക്ക്. ഇവരൊക്കെ സൈക്കിളെടുത്ത് ഈ കുന്ന് കയറി ചവിട്ടി തിരിച്ച് എല്ലാ ദിവസവും വരുന്ന ആൾക്കാരുണ്ട് എന്നാണ് അറിയാൻ പറ്റിയത്.
നമ്മുടെ നാട്ടിലാണെങ്കിൽ തൊട്ടപ്പുറത്ത് പേപ്പർ വാങ്ങിക്കാനോ അല്ലെങ്കിൽ മൂത്രമൊഴിക്കാൻ പോകണമെങ്കിൽ വരെ ബൈക്ക് എടുത്ത് പോകുന്ന ആൾക്കാരാണ്. ഇതൊക്കെ കാണണം ശരിക്കും. അവരെത്രമാത്രം അവരെ ആരോഗ്യത്തെ അല്ലെങ്കിൽ ശരീരത്തെ സ്നേഹിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ അസുഖം വരുന്നു, പറ്റുന്നില്ല, മുട്ടുവേദന, കാലുവേദന എന്ന് പറഞ്ഞിരിക്കാനാണ് നമ്മളെ ആൾക്കാർക്ക് ഇഷ്ടം. വലതുവശത്ത് വലിയൊരു ബീച്ചാണ് കാണുന്നത്. നമുക്ക് ഒരുപാട് ദൂരത്തോളം ഇങ്ങനെ നടന്നു പോകാം എന്നാണ് പറയുന്നത്. പക്ഷേ മേഘങ്ങൾ കാരണം ശരിക്കൊരു വിസിബിലിറ്റി ഇല്ല ഇന്ന്. നമ്മൾ അത്രയും ഹൈറ്റിലൂടെയാണ് പോകുന്നുള്ളത്. ബീച്ച് എത്ര ഓപ്പൺ ആയിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. പിന്നെ ഇവിടെ കൂടുതലും ഉള്ളത് ക്രിസ്ത്യാനികളാണ്. പിന്നെ കേപ്പ് ടൗണിൽ ക്രിസ്ത്യാനികൾ വെച്ചാൽ ടോട്ടല്. പിന്നെ കേപ്പ് ടൗണിൽ വന്നു കഴിഞ്ഞാൽ ഒരു ഭാഗം നിറയെ മുസ്ലിങ്ങളുണ്ട്. ഇവിടെ ഈ ഡ്രൈവർമാർ അവരൊക്കെ കൂടുതലും മുസ്ലിങ്ങൾ ആണെന്നാണ് അറിയാൻ പറ്റിയത്. ഇവിടെ ബാക്കി ഹിന്ദു സമൂഹം വേറെ തന്നെ ഒരു ഏരിയയിലാണ്. പക്ഷേ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഞാനിവിടെ വന്നിട്ട് ഒരാഴ്ചയായിട്ട് ഒരു ഇന്ത്യനെയോ ഒരു മലയാളിയെയോ എനിക്ക് കാണാൻ പറ്റിയില്ല. ഞാനിതിന് ഹെഡിങ് മലയാളി ഇല്ലാത്ത നാട് എന്ന് കൊടുക്കണമെന്ന് പോലും സംശയിച്ചു പോകുന്നു. പക്ഷെ ആൾക്കാരുണ്ട് ഇവിടെ, അത് ഉറപ്പാണ്. പക്ഷേ നമ്മൾ ഇത്രയും തിരക്കുള്ള സ്ഥലത്ത് പോയിട്ട് ഒരൊറ്റ ഒരു മലയാളിനെയോ കാണാൻ എനിക്ക് പറ്റിയിട്ടില്ല. അതൊരു സത്യമാണ്. അതൊക്കെ ഇവിടുത്തെ ആൾക്കാരുടെ വീടുകളാണ്. റോഡുകളാണെങ്കിൽ നോക്കിയേ എന്ത് ഭംഗിയായിട്ടാണ്. നമ്മളിവിടുന്ന് നേരെ പോകുന്നത് ഇവിടുത്തെ ഒരു വൈൻ ഫാക്ടറിയിലേക്കാണ്. നമ്മൾ വൈൻ ഫാക്ടറിക്ക് മുമ്പ് വേറൊരു സ്ഥലം കൂടി പോയായിരുന്നു, കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ്. അതായത് നമ്മുടെ ഇന്ത്യൻ ഓഷ്യനും അറ്റ്ലാന്റിക് ഓഷ്യനും കൂടിച്ചേരുന്നൊരു ഭാഗം എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഒരു പക്ഷേ നിങ്ങളും കൂടി ഒന്ന് നോക്കിക്കോളൂ ഗൂഗിള്. അവിടെ ഈ ഒരു ബോർഡിൻ്റെ മുന്നിൽ നിന്ന് ഫോട്ടോ എടുക്കാൻ ഭയങ്കര തിരക്കാണ് എല്ലാവർക്കും. അതൊരു സെൽഫി പോയിന്റ് ആയിട്ട് തന്നെയാണ് അറിയപ്പെടുന്നത്. ആൾക്കാർ വന്ന് അതിൻ്റെ മുന്നിൽ നിന്ന് ഫോട്ടോ എടുക്കും. ഞങ്ങൾ എവിടെയും അധികം സമയം സ്പെൻഡ് ചെയ്തിട്ടില്ല. ജസ്റ്റ് കണ്ട് ഞങ്ങൾക്കെല്ലാം ബിസി ഷെഡ്യൂളായത് കാരണം പെട്ടെന്ന് തന്നെ മടങ്ങി. അവിടെ നമ്മൾ വീണ്ടും പോയത് കേപ്പ് പോയിന്റിന് ശേഷം നമ്മൾ കേപ്പ് പോയിന്റിനുള്ള കേപ്പ് മൗണ്ടെയിൻ ഉണ്ട്, അതിൻ്റെ മുകളിലോട്ട് നമ്മൾ കയറി. അവിടെ ഫുനിക്കുലർ എന്ന് പറയുന്ന ഒരു എന്താ പറയുക കേബിൾ കാർ പോലെ തന്നെയാണ്. നമ്മൾ അതിൽ കയറിയാണ് പോകുന്നത്. സാധനം വരുന്നുണ്ട്, നിങ്ങൾ തന്നെ നോക്കിക്കോളൂ. നമ്മളിതിലൊക്കെ പോയി എന്നല്ലാതെ ഇതിനെക്കുറിച്ച് പറയാൻ അത്രമാത്രം എക്സ്പേർട്ടൊന്നുമല്ല.
പിന്നെ ഇതൊക്കെ ചെയ്യാനുള്ളൊരു ആഗ്രഹം കൊണ്ട് എന്തൊക്കെയോ ചെയ്തു കൂട്ടുന്നു. ഈ സാധനത്തിൽ കയറിയിട്ടാണ് നമ്മൾ പോകേണ്ടത്. അതിനും ടിക്കറ്റ് എടുക്കണം. ഞങ്ങൾ 2 ഓപ്ഷനാണുള്ളത്. ഒന്ന് വൺ വേ അങ്ങോട്ട് പോകാൻ മാത്രം എടുക്കാം, അല്ലെങ്കിൽ തിരിച്ച് വരാനും കൂടി എടുക്കാം. നമ്മൾ പോകാൻ മാത്രം ഇതിൽ എടുക്കുകയും തിരിച്ച് നടന്ന് ഇറങ്ങാൻ എന്ന് വെച്ചാൽ അറിയുന്ന ആൾക്കാർ പറഞ്ഞു തന്നത്, ഇറങ്ങുമ്പോൾ നടന്നിട്ടാണെങ്കിലും കുറച്ച് നടക്കാനുണ്ട്, ഒരു 10-15 മിനിറ്റ്. പക്ഷേ നല്ല കാഴ്ചകൾ കണ്ടുകൊണ്ട് ഇറങ്ങാമെന്ന് പറഞ്ഞ പ്രകാരം നമ്മൾ ആ ഒരു ഓപ്ഷനാണ് എടുത്തത്. തിരിച്ച് നടന്നിറങ്ങി. ഒരുപാട് ഫോട്ടോകൾ എടുക്കാനും വീഡിയോകൾ എടുക്കാനൊക്കെ സൗകര്യം ഉണ്ടായിരുന്നു. കുത്തനെയുള്ള കയറ്റാണ് കേട്ടത്. മുകളിൽ എത്തിക്കഴിഞ്ഞാൽ ഉള്ള കാഴ്ചയാണ് ഈ കാണുന്നത്. അവിടെ നിന്ന് വീണ്ടും നമ്മൾ ലൈറ്റ് ഹൗസ് സ്ഥിതി ചെയ്യുന്നിടത്തേക്ക് കുറച്ചും കൂടി നടക്കാനുണ്ട്. സ്റ്റെപ്പുകൾ കയറിക്കൊണ്ട് നല്ല കാഴ്ചകൾ കണ്ടുകൊണ്ടുള്ള യാത്രയായതുകൊണ്ട് നമ്മൾക്ക് ഒരു മടുപ്പ് അറിയുന്നില്ല. അവിടെ എത്തിക്കഴിഞ്ഞാൽ വീണ്ടും കാണാനുള്ളത് ഇതൊക്കെ തന്നെയാണെങ്കിലും വളരെ ഒരു ഉയരത്തിൽ കാണുന്ന ഒരു പ്രതീതി. പ്രായമുള്ള ആൾക്കാരൊക്കെ സ്റ്റെപ്പ് കയറി വരുന്നത് കാണാം. പക്ഷെങ്കിൽ താഴോട്ടുള്ള കാഴ്ച വളരെ മനോഹരം തന്നെയാണ്. അതിനുശേഷം ഞങ്ങൾ നേരെ പെൻഗ്വിനുകളെ കാണാൻ വേണ്ടി അവിടെ അടുത്ത് തന്നെയാണ് ഒരു ബീച്ചിലോട്ട് പോയി. എനിക്കതത്ര ഇഷ്ടമായിട്ടല്ല. എനിക്ക് പെൻഗ്വിനുകൾ കാണാൻ വലിയ താല്പര്യം ഉണ്ടായിട്ടില്ല. എല്ലാവരും പോകുമ്പോൾ ഞാനും പോയെന്നേ ഉള്ളൂ. ആ ബീച്ച് നിറയെ പെൻഗ്വിനുകളാണ്. അവിടുന്ന് നേരെ പോയത് ഒരു വൈൻ മാനുഫാക്ചറിങ് ഫാക്ടറിയിലോട്ടാണ്. അവിടെ വൈൻ ടേസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷനുകളൊക്കെ ഉണ്ട്. നമ്മളെല്ലാം ഒരുപാട് വൈൻ ടേസ്റ്റ് ചെയ്ത് നോക്കി. എനിക്കതിനെക്കുറിച്ച് വലിയ പിടുത്തമില്ലാത്തതുകൊണ്ട് എല്ലാവരും ചെയ്യുന്ന പോലെ ഞാനും ചെയ്തു. ഞങ്ങളുടെ വണ്ടി റെഡി. അപ്പോൾ ശരി, കാണാം. ബായ്.